സി എം മോൾ ഇതാ മുടിയൊക്കെ കെട്ടി റെഡിയായിട്ട് ഷൂ ഇട്ടിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് പോണത് അച്ഛമ്മേനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്, അച്ഛമ്മയല്ല അമ്മമ്മേനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കുറേ മുന്നേ എടുത്ത് വെച്ചുള്ള വീഡിയോ ആണ്. ഇത് ഏതോ മഴക്കാലത്താണ് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ ഫോൺ ഇങ്ങനെ തപ്പിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ അത്. അപ്പോൾ അതേ ഞങ്ങൾ ഗേറ്റൊക്കെ അടച്ചിട്ട് വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഗേറ്റൊക്കെ അടച്ചിട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഇത് ആര്യനെ ഞാനും പാപ്പൻ്റെ കൂടെ ആക്കണം കേട്ടോ. അവനെ കൊണ്ടുപോകുന്നില്ല, ഞാനും അമ്മയും സി എം മോളും കൂടിയിട്ടാണ് പോകണുള്ളൂ. അപ്പോൾ അതേ ഓട്ടോറിക്ഷയിലൊക്കെ കയറിയപ്പോൾ സി എം മോൾ ഉറങ്ങണ പോലെ അഭിനയിക്കുകയാണ്. ഇത് അന്ന് മുടിയൊക്കെ മൊട്ട അടിക്കുന്നതിൻ്റെ മുന്നെയാണ്. സി എം മോളുടെ തലയിൽ നല്ല മുടിയുണ്ട്, ചുരുണ്ട മുടി, അതൊക്കെ കെട്ടി വെച്ച് കൊടുക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എടപ്പാളിൽ റേഹാൻ ഹോസ്പിറ്റലിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അമ്മ അകത്ത് കയറിയിട്ടുണ്ട് തോന്നുന്നു. ഞങ്ങൾ രണ്ടുപേരും പുറത്തിരിക്കുമ്പോഴാണ് തോന്നുന്നു ഇങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളത്. അവിടെ ചെന്നിട്ടുണ്ടെച്ചെങ്കിൽ പിന്നെ പരിശോധന തുടങ്ങിയാൽ ഓരോ ഭാഗമായിട്ട് എന്ന് വെച്ചാൽ ഓരോ സെക്ഷനായിട്ടാണ് പരിശോധന. ആദ്യം കണ്ണ് പരിശോധിക്കും, കണ്ണ് എന്തൊക്കെയോ ചെയ്തിട്ട് പരിശോധിക്കണമൊക്കെ കാണാം. നമ്മൾ തന്നെ ഒരു കമ്പ്യൂട്ടർ പോലത്തെ എന്തോ സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നോക്കിയിട്ടൊക്കെ അങ്ങനെ പരിശോധിക്കുന്നത് കാണാം. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാഴ്ച പരിശോധിക്കും. പിന്നെന്താ ചിലപ്പോൾ മരുന്ന് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതാക്കാണ്ട് വെച്ചെങ്കിൽ അതൊക്കെ ചെയ്തിട്ട്, ഇപ്രാവശ്യം മരുന്ന് ഒഴിച്ചിട്ട് ചെയ്യാണ്ടായിരുന്നില്ല തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് അമ്മേനെ വെയിറ്റ് ചെയ്തിട്ട് പുറത്തിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മെയിൻ ഡോക്ടറെ കാണാൻ. അപ്പോൾ ഞാനും വെള്ളം കുപ്പി എടുക്കാറുണ്ട്. സീമോൾക്ക് വെള്ളം എപ്പോഴാണ് ആവശ്യം വരികയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ബാഗിൽ നിന്ന് അത് കിട്ടിയപ്പോൾ അതായിട്ടാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്താ കുറച്ച് അധികം നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അമ്മ പരിശോധനയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ ഡോക്ടറുടെ റൂമിലേക്ക് കയറിയപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സേമോൾ അവിടെ അതാ കയറി ഇരുന്നിട്ട് ഷൂ ഒക്കെ അഴിക്കുകയാണ്. അത് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴും അതാ ഷൂ ഒക്കെ അഴിച്ചിട്ട് കളിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഷൂ അഴിക്കേണ്ട, അവിടെ മാമൻ നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഷൂ തിരിച്ചിടാൻ നോക്കുകയാണ് കേട്ടോ അവള്. പിന്നെ അതേ ഞങ്ങളുടെ കൈമ തൂങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടൊക്കെ കളിക്കായിരുന്നു. സീമോൾ അങ്ങനെ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കൊന്നുമില്ല കേട്ടോ. അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ എടുക്കാൻ നോക്കിയാലും അതേ അവൾ സമ്മതിക്കില്ല. അപ്പോൾ അവിടെ കിടന്നിട്ട് വട്ടം തിരിയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന കുഴയുകയൊക്കെ ചെയ്യും. നമുക്ക് കണ്ട് പിടിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളതിനെ അങ്ങ് എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അതാണ് അവളതിനെ ഒരുവിധമൊക്കെ അവളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുക്കും. എന്നാലും എന്നെക്കൊണ്ട് തീരെ പറ്റാതെ ആകുമ്പോൾ ഞാൻ ചെറിയൊരു ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ട് കൊണ്ട് എടുക്കും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാറ്. പിന്നെ അതാ പോരുന്ന വഴിയിൽ ഞങ്ങൾ നെസ്റ്റോയിൽ കയറി. അപ്പോൾ ക്രിസ്മസിൻ്റെ ടൈമായിരുന്നു അല്ലേ. അപ്പോൾ അതായത് ക്രിസ്മസിൻ്റെ ആ ട്രീ ഒക്കെ അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മോട് നിർത്താൻ പറഞ്ഞതാണ്. അപ്പോൾ അവൾ നിൽക്കുന്നൊന്നുമില്ല. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടേക്കോ ഇങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതാ ഉള്ളിൽ കയറിയിട്ട് അവൾക്ക് സ്നാക്സ് എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ഓർമ്മയില്ല. സ്നാക്സ് വാങ്ങാൻ